മകളുടെ നഴ്സിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് സിബിയും കുമളി സ്വദേശിയായ മാങ്ങാട് സാബുവും തമ്മിൽ ആഴ്ചകളായി വാക്കേറ്റം നിലനിൽക്കുകയായിരുന്നു. അഡ്മിഷൻ നടപടികൾക്കായി സാബുവിന്റെ മകൾ ഒപ്പിട്ടു നൽകിയ ഡോക്യുമെന്റ് തിരികെ ആവശ്യപ്പെട്ടതോടെ തർക്കം രൂക്ഷമായി. കഴിഞ്ഞ ദിവസം പള്ളിയിൽ നിന്നും പ്രാർത്ഥന കഴിഞ്ഞു പുറത്തിറങ്ങിയ സിബിയെ സാബു ചവിട്ടി വീഴ്ത്തിയ ശേഷം മർദ്ദിക്കുകയായിരുന്നു. എന്തിനാണ് എന്നെ മർദ്ദിക്കുന്നതെന്ന് ചോദിച്ചതിന് നിന്നെ ഞാൻ കൊല്ലാൻ തീരുമാനിച്ചതാണെന്നും നിന്നെ വെറുതെ പിടിയായിരുന്നു, കുറേ നാളായിട്ട് നിന്നെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് എൻ്റെ ഷർട്ടിന് പിടിച്ച് വലിച്ചുകൊണ്ട് പോയി മുറ്റത്ത് കൊണ്ടുപോയിട്ട് മർദ്ദിക്കുകയായിരുന്നു. വൃക്കം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിട്ടുള്ള സിബിയെ അടിവയറ്റിൽ ആഞ്ഞു ചവിട്ടുകയായിരുന്നു. ആക്രമണത്തെ തുടർന്ന് അവശനായ സിബിയെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വിദഗ്ധ പരിശോധന ആവശ്യമുള്ളതിനാൽ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. മാതൃഭൂമി ന്യൂസ്, കുമളി. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ വിചാരണ നടപടികൾ നീട്ടിക്കാനുള്ള ശ്രമവുമായി പ്രതിഭാഗം. പ്രതി ജി സന്ദീപ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിടുതൽ ഹർജി നൽകി. പ്രതിയെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കി. ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടിട്ട് മറ്റന്നാൾ 1 വർഷം തികയുകയാണ്. കേസിൽ വാദം തുടങ്ങിയ ശേഷം ആദ്യമായാണ് പ്രതി സന്ദീപിനെ കോടതിയിൽ ഹാജരാക്കിയത്. വന്ദനയുടെ മരണത്തിൽ പങ്കില്ലെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. മരണത്തിന് കാരണം ചികിത്സാ പിഴവും പോലീസിന്റെ വീഴ്ചയുമാണെന്ന് പ്രതിഭാഗം വാദിക്കുന്നു. ആക്രമണം ചെറുക്കുന്നതിനിടെ സംഭവിച്ചതാണ് വന്ദനയുടെ മരണം. അതിനാൽ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നും പ്രതിഭാഗത്തിന്റെ ആവശ്യമുണ്ട്. സാക്ഷി വിസ്താരം ഉൾപ്പെടെയുള്ള നടപടികൾ വൈകിപ്പിക്കാനാണ് ശ്രമമെന്ന് പ്രോസിക്യൂഷന് 136 സാക്ഷികൾ ഈ കേസിനകത്ത് പ്രോസിക്യൂഷൻ ഏജൻസി ഹാജരാക്കിയിട്ടുള്ള കുറ്റപത്രത്തിലുണ്ട്. 24 സാക്ഷികൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരായിട്ടുണ്ട്. അവരുടെ എല്ലാ സ്റ്റേറ്റ്മെന്റുകൾ കോടതിക്ക് മുമ്പാകെയുണ്ട്. ഡോക്ടർ വന്ദനാദാസിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതിന് ശക്തമായ തെളിവുകൾ സാക്ഷിമൊഴികൾ കൂടിയും രേഖാപരമായിട്ടും അതുപോലെ തന്നെയുള്ള മെറ്റീരിയൽ ഒബ്ജക്ട്സും കോടതിയിൽ പ്രോസിക്യൂഷൻ ഏജൻസി ഹാജരാക്കിയിട്ടുണ്ട്. 10 മിനിറ്റ് അമ്മയുമായി സംസാരിക്കാൻ പ്രതിക്ക് കോടതി അനുവാദം നൽകി. വാദം കേൾക്കാനായി വന്ദനദാസിന്റെ മാതാപിതാക്കൾ കോടതിയിലെത്തിയിരുന്നു. കേസ് ഈ മാസം 22-ന് വീണ്ടും പരിഗണിക്കും. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.